കോണിക് സെക്ഷൻ 4 കാര്യങ്ങളാണ്, 4 കേർവ്സ് ആണ് നമുക്ക് ഈ കോണിക് സെക്ഷൻ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, കോണിക് സെക്ഷൻ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 കേർവ്സ് ആണ്. സർക്കിൾ, പാരബോള, എലിപ്സ്, ഹൈപ്പർബോള. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കിൾസിനെ കുറിച്ച് പഠിച്ചു. എങ്ങനെയാണ് സർക്കിൾ കിട്ടുന്നത്, ഒരു കോണിനെ പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ സർക്കിൾ കിട്ടുന്നത് എപ്പോഴാണ്, ഒരു പാരബോള കിട്ടുന്നത് എപ്പോഴാന്നൊക്കെ നമ്മൾ പഠിച്ചു. അതായത് ഈ ബീറ്റ, ഇവിടെ ഇരിക്കുന്ന ഈ ആംഗിൾ, പ്ലെയിനും കോണിന്റെ ആക്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ സർക്കിൾ കിട്ടും. അതായത് കോണിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യണം. ക്യാരറ്റിനെ ബ്ലേഡ് കൊണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഒരു സർക്കിൾ കിട്ടും. ഇനി ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആകുന്ന സമയത്താണ് നമുക്ക് പാരാബോള കിട്ടുന്നത്. ജനറേറ്ററും ആക്സും തമ്മിലുള്ള ആംഗിൾ ആൽഫ, പ്ലെയിനും ആക്സിസും തമ്മിലുള്ള ആംഗിൾ ബീറ്റ. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആകുന്ന സമയത്ത് ഇവിടെ നോക്കി, ആൽഫ 40 ഡിഗ്രി, ബീറ്റ 40 ഡിഗ്രി, ആൽഫ ഈക്വൽ ടു ബീറ്റ ആകുന്ന സമയത്ത് പ്ലെയിൻ ഇതുപോലെ കടന്നു പോകും. കോണിന്റെ മുകളിലത്തെ ഭാഗം മാത്രം, ഇവിടെ മാത്രം കട്ട് ചെയ്യും, ഇതുപോലെ കട്ട് ചെയ്യും. ഇവിടെ ഈ ബ്ലൂവിൽ വരച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ പാരാബോള. ഈ ഷേപ്പിലാണ് പാരാബോള വരുന്നത്. അപ്പൊ നമുക്ക് പാരാബോളനെ കുറിച്ച് പഠിക്കാം. നമ്മൾ സർക്കിൾ, കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കിൾ പഠിച്ചിട്ടുണ്ട്. സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാ? ഒരു സർക്കിൾ വരയ്ക്കുന്നത് നമുക്കൊരു ഫിക്സഡ് പോയിന്റ് വേണം. ഫിക്സഡ് പോയിന്റിന് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന എല്ലാ പോയിന്റ്സുകളെ സെറ്റാണ് സർക്കിൾ. ഈ സെന്ററിൽ നിന്നും എ എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും സെന്ററിൽ നിന്നും വേറെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഈക്യു ഡിസ്റ്റന്റ് ഫ്രം സെന്റർ, ഈക്യു ഡിസ്റ്റന്റ് ഫ്രം ദിസ് ഫിക്സഡ് പോയിന്റ് is known as circle. Set of all points equidistant from a fixed point is known as circle. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാരബോള എങ്ങനെയാ കിട്ടുന്നത്? ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നതാണ് പാരബോള. പാരബോള വരക്കാൻ നമുക്കൊരു ഫിക്സഡ് പോയിന്റ് വേണം. ഈ എഫ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഫിക്സഡ് പോയിന്റ് വേണം. പിന്നെ ഒരു ഫിക്സഡ് ലൈനും കൂടി വേണം. സർക്കിൾ വരക്കാൻ നമുക്കൊരു ഫിക്സഡ് പോയിന്റ് മതി, പക്ഷെ പാരാബോള വരക്കാൻ നമുക്കൊരു ഫിക്സഡ് പോയിന്റ് വേണം, പിന്നെ ഒരു ഫിക്സഡ് ലൈനും കൂടി വേണം. ഇതിന്റെ മുകളിലൂടെ വരുന്ന പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ്. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും, എഫിൽ നിന്നും ഇവിടെ ഇരിക്കുന്ന ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്. പോയിന്റിൽ നിന്നും ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരക്കണം. അങ്ങനെ ഇങ്ങ് വരക്കാൻ പാടില്ല കേട്ടോ. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇവിടുന്ന് ഈ ഫിക്സഡ് പോയിന്റിന്ന് ഈ കേർവിന്റെ മുകളിൽ ഒരു പോയിന്റ് എടുത്താൽ ഈ രണ്ട് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്, അതും ഈ പോയിന്റിന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിലേക്കില്ല, ഈ പോയിന്റിന്ന് ഇവിടെ ഇരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ഫിക്സഡ് ലൈൻ ഉണ്ട്. ഇപ്പൊ ഒരു പാരാബോള വരയ്ക്കാൻ നമുക്കൊരു ഫിക്സഡ് പോയിന്റ് വേണം, ഫിക്സഡ് ലൈൻ വേണം. പാരാബോളിന്റെ മുകളിലിരിക്കുന്ന പോയിന്റ് പി സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എഫ് പി ഈക്വൽ ടു പി ബി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ദിസ് പോയിന്റ് is equal to distance between this point and the directrix. Perpendicular distance between point and directrix. FP equal to PB. അതാണ് കണ്ടീഷൻ. പാരാബോളയുടെ ഓരോ പോയിന്റ്സും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എഫിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്. ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഡയറക്ട്രിക്സിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണം. ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതാണ് പാരാബോളയുടെ കണ്ടീഷൻ. നമുക്കൊരു പാരാബോള വരയ്ക്കണമെങ്കിൽ ആദ്യം ഒരു ഫിക്സഡ് പോയിന്റ് വേണം. ഞാനിപ്പോൾ ഒരു പോയിന്റ് എടുക്കാൻ പോവാണ്. 40 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. ഓക്കെ, ഫിക്സഡ് പോയിന്റ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഫോക്കസ് എന്നാണ്. സാധാരണ നമ്മൾ അതിനെ എഫ് ആയിട്ട് എടുക്കാം. അതുകൊണ്ട് ഞാൻ ആ പോയിന്റിനെ റീനെയിം ചെയ്യുവാണ്, എഫ് ആയിട്ട് എടുത്തു. ഇനി നമുക്കൊരു ലൈന് വേണം. ഒരു ഡയറക്ട്രിക്സ് എന്നാണ് ആ ലൈനിനെ പറയുന്നത്. ഈ ഫിക്സഡ് പോയിന്റിനെ പറയുന്നത് ഫോക്കസ് എന്നാണ്. ഇവിടെ ഇരിക്കുന്ന ഫിക്സഡ് ലൈനിനെ നമ്മൾ വിളിക്കുന്നത് ഡയറക്ട്രിക്സ്. അതിന്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ഈക്വൽ ടു ഇതുപോലെയാണ്, -4 ആണ്. എക്സ് ഈക്വൽ ടു -4. അതായത് ഈ സെന്ററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് സെന്ററിൽ നിന്നും ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. അതൊന്ന് മനസ്സിലാക്കി വെക്കണേ. സെന്ററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് തന്നെയാണ് സെന്ററിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ ഡയറക്ട്രിക്സ്. ഓക്കെ, ആ ഫിക്സഡ് ലൈനിനെ പറയുന്നത് ഡയറക്ട്രിക്സ്.
ഈ ബ്ലൂ കളറിൽ ഉള്ളതാണ് നമ്മുടെ ഡയറക്ട്രിക്സ്. ഓക്കെ, ഇനി നമുക്ക് പാരബോള വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടൂൾ ഉണ്ട്. ജിയോജിബ്രയിൽ എലിപ്സ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. അവിടെ സൈഡിൽ കാണുന്ന ഈ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്താൽ എലിപ്സ്, ഹൈപ്പർബോള, പാരബോള, പിന്നെ കോണിക് ത്രൂ 5 പോയിന്റ്സ്, അങ്ങനെ 4 സബ് ഐക്കൺസ് കിട്ടും. അതിൽ നമ്മുടെ പാരബോള സെലക്ട് ചെയ്യാം. പാരബോള സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി അവിടെ പറയുന്നുണ്ട്. സെലക്ട് പോയിന്റ് ദെൻ ഡയറക്ട്രിക്സ്. അപ്പൊ നമ്മൾ പാരബോള വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഫിക്സഡ് പോയിന്റും പിന്നെ ഒരു ഫിക്സഡ് ലൈനും അവിടെ വരച്ചു വെക്കണം. എന്നിട്ട് ആ ടൂൾ സെലക്ട് ചെയ്തിട്ട് എഫിൽ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഫിക്സഡ് ലൈനിലും ക്ലിക്ക് ചെയ്യണം. അപ്പൊ കിട്ടുന്ന ഈ കേവ് ആണ് പാരബോള. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഈ ഇക്വേഷന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ കേവിന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താലും മതി. എന്നിട്ട് ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് എടുക്കണം. നമുക്ക് ഇഷ്ടമില്ല ഏതെങ്കിലും ഒരു കളർ അതിന് കേവിന് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കേവിന്റെ മുകളിൽ ഒരു പോയിന്റ് എടുത്തു. കേവിന്റെ മുകളിൽ ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റിന് എനിക്ക് വേണ്ട പേര് പി ആണ്. ഞാൻ അതിന് പോയിന്റിനെ റീനെയിം ചെയ്യുവാണ്. റീനെയിം എടുത്തിട്ട് പി എന്ന് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പോയിന്റ് പി എന്ന് വന്നു. ഇതാണ് നമ്മുടെ പോയിന്റ് പി. ഇനി എനിക്ക് ഈ പോയിന്റിൽ നിന്നും ഇവിടത്തേക്കില്ല ഒരു സെഗ്മെന്റ് വേണം. അതുപോലെ ഈ പോയിന്റ് പിയിൽ നിന്നും ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വേണം. ഞാൻ ആദ്യം ആ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ പോവാണ്. പെർപെൻഡിക്കുലർ ലൈൻ ടൂൾ എടുക്കണം, പോയിന്റിൽ ക്ലിക്ക് ചെയ്യണം, പിന്നെ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യണം. പെർപെൻഡിക്കുലർ ലൈൻ കിട്ടി. ഇനി എനിക്ക് വേണ്ടത് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. അതിനിവിടെ ഒരു ഇന്റർസെക്ട് എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ആ ടൂൾ എടുക്കാം, ഈ 2 ലൈൻസ് ക്ലിക്ക് ചെയ്യാം. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടി. അതിനെ ഞാൻ ബി ആയിട്ട് എടുക്കുവാണ്. ആ പോയിന്റിനെ ബി ആയിട്ട് എടുത്തു. ഇനി എനിക്ക് മൊത്തം പെർപെൻഡിക്കുലർ ആവശ്യമില്ല, അതുകൊണ്ട് ആ പെർപെൻഡിക്കുലർ ഹൈഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സെഗ്മെന്റ് എടുത്തു. എഫിലും പിയിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു സെഗ്മെന്റ് കിട്ടും. അതുപോലെ ഈ പിയിലും ബിയിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെഗ്മെന്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ ജി എന്ന് പറഞ്ഞ ലെറ്ററും എച്ച് എന്ന് പറഞ്ഞ ലെറ്റർ നമുക്ക് ആവശ്യമില്ല. നമുക്കത് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഷോ ലേബിൾ ക്ലിക്ക് ചെയ്താൽ അതങ്ങ് പോയി കിട്ടും. പക്ഷെ നമുക്ക് ആ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ബേസിക് എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഷോ ലേബിളിൽ ഇവിടെ സൈഡിൽ ക്ലിക്ക് ചെയ്യുക. വാല്യൂ മാത്രം മതിയെങ്കിൽ വാല്യൂ ക്ലിക്ക് ചെയ്യണം. വാല്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ സെഗ്മെന്റ് ലെങ്ത് ഇവിടെ കാണും, 5.86. അതുപോലെ എച്ച് നിറഞ്ഞ സംഭവം വേണ്ട നമുക്ക്. അതിന് പകരം നമുക്ക് അതിന്റെ വാല്യൂ അവിടെ കാണണം. ഓക്കെ, എച്ചിന്റെ വാല്യൂ അവിടെ കാണണം. അതുകൊണ്ട് വാല്യൂ ക്ലിക്ക് ചെയ്യുക. 5.86 വന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ 2 ലൈൻ സെഗ്മെന്റിന്റെയും ലെങ്ത് സെയിം ആണ്. എഫിൽ നിന്നും പിയിലേക്കുള്ള ലെങ്ത് 5.86, പിയിൽ നിന്നും ബിയിലേക്കുള്ള ലെങ്ത് 5.86. ഓക്കെ, എന്നൊന്നും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഞാൻ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിനെ ഈ പാരബോളിന്റെ മുകളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പോവാണ്. പാരബോളിന്റെ മുകളിലിരിക്കുന്ന ഒരു പോയിന്റ് ആണ് പി. ഇത് മൂവ് ചെയ്യുന്നത് ആ പാരബോളിന്റെ മുകളിലൂടെയാണ്. ഈ പോയിന്റ് ഇവിടെ ഡ്രാഗ് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലെങ്ത് ആണ്. എഫിൽ നിന്നും പിയിലേക്കുള്ള ലെങ്ത് 4.91, പിയിൽ നിന്നും ബിയിലേക്കില്ല, ഈ ഡയറക്ട്രിക്സിലേക്കില്ല പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4.91 ആണ്. രണ്ടും ഈക്വൽ ആയിട്ട് തന്നെ പോകും. ഈ പി സഞ്ചരിക്കുന്നത് പാരബോളയുടെ മുകളിലൂടെയാണ്. ലോക്കസ് ഓഫ് പോയിന്റ് പി ഇസ് ദ പാരബോള. നോക്കി, സെയിം വാല്യൂ ആണ്. നമ്മൾ പോയിന്റ് പി പാരബോളിന്റെ മുകളിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. എഫ് പി ഇസ് ഈക്വൽ ടു പി ബി ആണ്. ഞാൻ ഈ പോയിന്റ് പിനെ കൊണ്ടുവന്നിട്ട് ഒറിജിനിൽ വെക്കാൻ പോവാണ്. ഒറിജിനിൽ വെച്ചു. ഓക്കെ, പോയിന്റ് പിനെ കൊണ്ടുവന്നിട്ട് ഒറിജിനിൽ വെച്ചു. അപ്പൊ ഡിസ്റ്റൻസ് നോക്കിയേ, ഇവിടെ ഇരിക്കുന്നത് ഈ ലെങ്ത് 4 ആണ്, ഇവിടെ ഇരിക്കുന്ന ലെങ്ത് 4 ആണ്. എഫ് പി ഇസ് ഈക്വൽ ടു പി ബി. ഓക്കെ, എഫ് പി ഇസ് ഈക്വൽ ടു പി ബി. ആ ഡിസ്റ്റൻസ് 4 ആണ്. ഈ എഫ് എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്, എഫ് എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ 4ലായിരിക്കുന്നേ. എഫ് എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 40 ആണ്. 40. എഫ് ഇസ് 40. ഈ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ, ഈ ലൈനിന്റെ ഇക്വേഷൻ വരുന്നത്, ദിസ് ലൈൻ ഇസ് പാരലൽ ടു y axis and passes through x equal to -4. So equation of directrix is x equal to -4. ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്.
Focus is 4, 0. Directrix is x equal to -4. ഈ പാരബോളിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് രണ്ടും ഈക്വൽ ആണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പാരബോള 4 ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പ് പാരബോള ഉണ്ട്. നമ്മുടെ ഫോക്കസ് പോസിറ്റീവ് എക്സ് ആക്സിന്റെ മുകളിൽ വരും. ഡയറക്ട്രിക്സ് നേരെ ഇപ്പുറത്തെ സൈഡ് നെഗറ്റീവ് സൈഡ് വരും. പാരബോള ഈ സൈഡിലേക്ക് ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക. പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക് സിമെട്രിക് ആയിട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പാരബോളിന്റെ ആക്സിസ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. ഈ പാരബോളിന്റെ ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സിസ്. നേരെ തിരിച്ചു വരാം. പാരബോളിന്റെ ആക്സിസ് ഇപ്പുറത്തേക്ക് നെഗറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാരബോള ഇതുപോലെ ഉണ്ടാകും. ഈ പാരബോളയുടെ ആക്സിസ് ഓഫ് സിമെട്രി or axis of parabola is negative x-axis. ഇതുപോലെ മൂന്നാമത്തേത് നോക്കിയേ. ഈ പാരബോളിന്റെ ആക്സിസ് എന്ന് വെച്ചാൽ ഏതായിരിക്കും? ഈ പാരബോളിന്റെ ആക്സിസ് പോസിറ്റീവ് y ആക്സിസ്. ഇനി നാലാമതൊരു ടൈപ്പും കൂടി ഉണ്ട്. അതേതായിരിക്കും? ആക്സിസ് ഏതെടുക്കണം? നെഗറ്റീവ് y ആക്സിസ്. ഇതാണ് നാലാമത്തെ പാരബോള. അപ്പൊ 4 ടൈപ്പ് പാരബോള ഉണ്ട്. 4 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. വളരെ ഈസി ആയ ഇക്വേഷൻസ് ആണ്. ഇതാണ് 4 ടൈപ്പ് പാരബോള. ഈ 4 ഇക്വേഷൻസ് നമ്മളിപ്പോൾ പഠിക്കും. ഇക്വേഷൻ ഓഫ് പാരബോള. പാരബോളിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് അതിന്റെ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയാം. ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് ടു എ പോയിന്റ് ഓൺ പാരബോള is equal to distance from that point to the directrix. Focus is usually taken as A0. Focus is taken as A0. This distance is A. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ A ആണ്. Focus is A0 and directrix is x is equal to -a. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് 4 ആണ്. ഒറിജിനിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് 4 ആണ്. ഈ ഫിഗറിൽ അത് 4 ആണ്. അതുപോലെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഈ ഡിസ്റ്റൻസ് 4 ആണ്. ഇവിടെ ഇരിക്കുന്ന എക്സ് വാല്യൂ -4 ആണ്. ഓക്കെ, നമ്മൾ എ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് -a ആയിരിക്കും. ഈ ലൈനിന്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ഈക്വൽ ടു -a ആണ്. ഇനി നമ്മൾ ഈ പോയിന്റ് പി എന്ന് പറഞ്ഞ പോയിന്റിനെ എടുക്കുന്നത് XY, ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതിനെ നമ്മൾ സാധാരണ എടുക്കുന്നത് XY ആണ്. ഇനി എൻ്റെ ചോദ്യം ഒന്ന് ശരിക്കും കേൾക്കണേ, എന്നിട്ട് ആൻസർ പറയണം. 2 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. ഇവിടെ ഫോക്കസ് F is A0, P is XY. അങ്ങനെയാണെങ്കിൽ B എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താ? B എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താ? ആലോചിച്ച് പറഞ്ഞേ. ഒറിജിന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് A. ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റ് എന്ന് വെച്ചാൽ -a ആണ്. ഇവിടെ ഇരിക്കുന്നത് -a ആണ്. അപ്പോൾ ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? -a. ബിയുടെ എക്സ് കോർഡിനേറ്റ് -a ആണ്. ബിയുടെ വൈ കോർഡിനേറ്റ് എന്താന്ന് പറയാൻ പറ്റുമോ? പി എന്ന് പറഞ്ഞ വൈ ആണ്. പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് വൈ ആണ്. അത് ഇവിടെ ഇരിക്കുന്ന ഈ വൈ വാല്യൂ ആണ് ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതൊരു പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് വൈ തന്നെയാണ്. പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് വൈ ആയതുകൊണ്ട് ഈ പോയിന്റ് വൈ ആണ്. ഇവിടുത്തെ ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് വൈ ആയിട്ട് വരും. ഇപ്പൊ നമുക്കിവിടെ 3 പോയിന്റ്സ് ഉണ്ട്. F A0, P is a point on the parabola and B is -ay. And condition of parabola is FP is equal to PB. FP equal to PB. Using distance formula, FP is equal to root of x minus a whole square, x2 minus x1 whole square, that is x minus a whole square, plus y2 minus y1 whole square, y minus 0 whole square. Distance formula apply ചെയ്യണം. അതുപോലെ പി ബി കണ്ടുപിടിക്കാനും ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യണം. പിനെ സെക്കൻഡ് പോയിന്റ് ആയിട്ടും ബിനെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടും എടുക്കും. സോ റൂട്ട് ഓഫ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, x2 minus x1 whole square plus y2 minus y1 y minus y whole square. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണം. ഓക്കെ, റൂട്ട് പോകാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, വൈ മൈനസ് 0 ഇസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ, വൈ മൈനസ് വൈ 0, സെക്കൻഡ് ടേം 0.
Now x minus a whole square is x square minus 2ax plus a square plus y square equal to x plus a whole square is x square plus 2ax plus a square. അപ്പോൾ ഇവിടുത്തെ ഈ എക്സ് സ്ക്വയറും ഇവിടെ ഇരിക്കുന്ന എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ഈ എ സ്ക്വയറും ഇവിടെ ഇരിക്കുന്ന എ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഈ ടേമിനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി, അത് നെഗറ്റീവ് ആകും, ക്യാൻസൽ ചെയ്ത് പോകും. സോ റിമൈനിങ് ടേംസ് ആർ മൈനസ് 2ax plus y square equal to 2ax. That is y square equal to 4ax. ഇപ്പുറം ഇരിക്കുന്ന ഈ മൈനസ് 2x അപ്പുറത്തേക്ക് പോകും. അത് 2ax plus 2ax ആയിട്ട് മാറും. 2ax plus 2ax is 4ax. So equation of parabola is y square equal to 4ax where this a is greater than 0. അത് മനസ്സിൽ വെച്ചോളണം. a is greater than 0. a എന്ന് പറയുന്നത് ഒറിജിൻ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഒറിജിൻ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഒറിജിൻ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എ എന്ന് പറയുന്നത്. അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. എ ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ ഇക്വേഷൻ ഓഫ് ദിസ് പാരബോള ഇസ് y square equal to 4ax. Okay, y square equal to 4ax. Fixed point of a parabola is known as focus. Fixed point is known as focus. The distance between origin to focus is taken as a. So focus is equal to a0. Focus equal to a. Fixed line is known as directrix. Directrix. Its equation is x equal to minus a. ഫോക്കസ് റൈറ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ ഡയറക്ട്രിക്സ് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. ഒറിജിൻ്റെ റൈറ്റ് സൈഡ് ഫോക്കസ് വന്നാൽ ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഡയറക്ട്രിക്സ് വരുന്നത്. അപ്പോൾ ഫോക്കസ് a0 ആയിക്കഴിഞ്ഞാൽ ഡയറക്ട്രിക്സ് x ഈക്വൽ ടു മൈനസ് a ആണ്. ഇക്വേഷൻ ഓഫ് പാരബോള is y square equal to 4ax. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. പാരാബോളിൻ്റെ ഷേപ്പ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ 3 കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഈ 4 പാരാബോളിൻ്റെയും ഇക്വേഷൻസ് ഞാൻ ഡയറക്റ്റ് തരാൻ പോവാണ്. അപ്പം നിങ്ങൾ സൈഡിൽ ഈ 4 ഗ്രാഫ് വരക്കണം. എന്നിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും എഴുതി വെക്കണം അവിടെ. ഫസ്റ്റ് വൺ ഫോക്കസ്. നമ്മൾ ഓൾറെഡി നോക്കിയത് ഫോക്കസ് a0, ഡയറക്ട്രിക്സ് x equal to minus a, axis positive x axis is positive x axis. Equation is y square equal to 4ax. Equation of parabola is y square equal to 4ax. ഇനി നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കാണ് സിമെട്രി വരുന്നതെങ്കിൽ അവിടെ ഫോക്കസ് വരുന്നത്, ഫോക്കസ് ഇസ് പോയിന്റ്, നമ്മുടെ ഫോക്കസ് ഇവിടെയാണ് ഇരിക്കുന്നത്, ഇപ്പുറത്തെ സൈഡായിരിക്കുന്നത്. ഫോക്കസ് ഇസ് മൈനസ് a0. ഫോക്കസ് മൈനസ് a0. ഡയറക്ട്രിക്സ് ഇസ് x ഈക്വൽ ടു a. ഡയറക്ട്രിക്സ് ഒറിജിൻ്റെ റൈറ്റ് സൈഡിലാണ് വന്നത്, അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ x ഈക്വൽ ടു a. ആക്സിസ് ഇസ് നെഗറ്റീവ് x ആക്സിസ്. Equation is y square equal to minus 4ax. y square equal to minus 4ax. അപ്പോൾ എല്ലാ കേസിലും a ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ 4 കേസിലും a ഗ്രേറ്റർ ദാൻ 0 ആണ്. a എന്ന് പറയുന്നത് ഒറിജിൻ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ 4 കേസിലും a ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ രണ്ടാമത്തെ പാരാബോളയുടെ ഇക്വേഷൻ നെഗറ്റീവ് x ആക്സിസ് ആയിട്ട് വരുന്ന പാരാബോളയുടെ ഇക്വേഷൻ y square equal to minus 4ax. Now third one ഇങ്ങനെ മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. അതിൻ്റെ ആക്സിസ് പോസിറ്റീവ് y ആക്സിസ് ആണ്. ഫോക്കസ് ഓഫ് ദിസ് പാരബോള is, ഫോക്കസ് വരുന്നത് ഇവിടെ y ആക്സിസിൻ്റെ മുകളിലാണ്. ഈ ഡിസ്റ്റൻസ് a ആയിക്കഴിഞ്ഞാൽ ഈ f എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് a, f y ആക്സിസിന്റെ മുകളിലാണ്. ഫോക്കസ് എന്തായിരിക്കും? y ആക്സിസിന്റെ മുകളിലത്തെ പോയിന്റ് ആയതുകൊണ്ട് ഫോക്കസ് ഇസ് 0a. ഫോക്കസ് ഈക്വൽ ടു 0a.
ഡയറക്ട്രിക്സ് വരുന്നത് ഇവിടെ ഈ ലൈനാണ്. ഒറിജിൻ്റെ താഴെ എക്സ് ആക്സിസിന് പാരലായിട്ട് പോകുന്ന ലൈനാണ്. എക്സ് ആക്സിസിന് പാരലായ ലൈനിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു മൈനസ് എ. ഓക്കെ, y ഈക്വൽ ടു മൈനസ് എ. Axis is positive y axis. Axis is positive y axis. Equation is x square equal to 4ay. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ഇതാണ് ഇക്വേഷൻ. നാലാമത്തേക്ക് ഇതുപോലെയാണ്, താഴോട്ടാ വരുന്നത്. ഫോക്കസ് 0 മൈനസ് എ. y ആക്സിന്റെ മുകളിലാണ് ഫോക്കസ് ഇരിക്കുന്നത്, ഇവിടെയാണ് ഫോക്കസ്. 0 മൈനസ് എ. ഡയറക്ട്രിക്സ് എക്സ് ആക്സിന് പാരലായ ലൈനാണ്. അതിന്റെ ഇക്വേഷൻ വരുന്നത് y ഈക്വൽ ടു എ. ആക്സിസ് നെഗറ്റീവ് y ആക്സിസ്. Equation is x square equal to minus 4ay. x square equal to minus 4ay. ഈ ഒരു പേജാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. ഇത് ഇതുപോലെ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർട്ടിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പാരബോളയുടെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4ax. അതിൻ്റെ ഫോക്കസ് വരുന്നത് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് എക്സ് ആക്സിൻ്റെ മുകളിലാണ്. രണ്ടാമത്തെ പാരബോളയുടെ ഫോക്കസ് വരുന്നത് നെഗറ്റീവ് എക്സ് ആക്സിൻ്റെ മുകളിലാണ്. അതിൻ്റെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax. മൂന്നാമത്തെ പാരബോള അതിൻ്റെ ഫോക്കസ് വരുന്നത് പോസിറ്റീവ് y ആക്സിസിൻ്റെ മുകളിലാണ്. പോസിറ്റീവ് y ആക്സിൻ്റെ മുകളിൽ ഫോക്കസ് വന്നാൽ അതിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. നാലാമത്തതിൻ്റെ ഫോക്കസ് വരുന്നത് നെഗറ്റീവ് y ആക്സിൻ്റെ മുകളിലാണ്. അത് 0 മൈനസ് എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. അപ്പം നമ്മൾ മനസ്സിൽ കണ്ടത് ആദ്യത്തെ രണ്ടെണ്ണം എക്സ് ആക്സിസ് ആണ് അതിൻ്റെ ആക്സിസ്. പിന്നെ 3ഉം 4ൻ്റെയും ആക്സിസ് y ആക്സിസ് ആണ്. ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു അങ്ങനെയാണ് തുടങ്ങുന്നത്. y സ്ക്വയർ ഈക്വൽ ടു 4ax പോസിറ്റീവ് വന്നാൽ, y സ്ക്വയർ ഈക്വൽ ടു പോസിറ്റീവ് ഒരു സംഭവം വന്നാൽ അത് പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഭാഗത്തേക്ക് അതിൻ്റെ മുഖം ഉണ്ടാകും. പോസിറ്റീവ് എക്സ് ആക്സിൻ്റെ അങ്ങോട്ടേക്കാണ് അതിൻ്റെ മുഖം. അല്ലാണ്ട് തിരിച്ച് നെഗറ്റീവ് വന്നാൽ അതിൻ്റെ ആക്സിസ് വരുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, ഇനി അവസാനത്തെ രണ്ട് ആക്സിസ് y ആക്സിസ് ആണ്. ഒന്ന് മുകളിലോട്ടും മറ്റത് താഴോട്ടുമാണ്. മുകളിലോട്ട് വരുന്നത് പോസിറ്റീവ് വരുമ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay വരുമ്പോൾ, താഴെ ഭാഗത്തേക്കാണ് അതിൻ്റെ മുഖം വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. ഓക്കെ, അപ്പോൾ ഇതുപോലെ എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇനി ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, ലാറ്റസ് റെക്റ്റമാണ് പാരബോളയുടെ. ഈ ഒരു കാര്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ലാറ്റസ് റെക്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എ ബി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് ആണ്. ഞാനിവിടെ വരച്ചിട്ടുണ്ട് എ ബി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ്. ഓക്കെ, പാരബോള ഉണ്ട്. ഫോക്കസ് എന്ന് പറഞ്ഞ എഫ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോക്കസ്, എഫ് ആണ് ഫോക്കസ്. ഈ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ആണ് എ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കസിലൂടെ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് ആണ് എ ബി. ഈ ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. ലാറ്റസ് റെക്റ്റം ഇസ് എ ലൈൻ സെഗ്മെന്റ് which is perpendicular to the axis, passes through focus, whose end points lies on the parabola. ഒന്നും കൂടി പറയാം. ലാറ്റസ് റെക്റ്റം is a line segment which is perpendicular to axis. ഇതാണ് നമ്മുടെ ആക്സിസ്. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. passes through focus, ഫോക്കസിലൂടെ പാസ് ചെയ്യണം. പിന്നെ അതിന്റെ end points are A and B. end points lies on the parabola. ഈ ഫിഗർ മനസ്സിലുണ്ടായാൽ മതി. ഇതാണ് ലാറ്റസ് റെക്റ്റം. ഓക്കെ, ഒരു പാരബോളിന്റെ ലാറ്റസ് റെക്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ്, അതിന്റെ എൻഡ് പോയിന്റ്സ് പാരബോളിന്റെ മുകളിൽ ഉണ്ടാവും. ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താ വെച്ചാൽ ഈ എ ബി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ഉണ്ടാകും. എ ബി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് ലെങ്ത്, ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ് സാധാരണ ചോദിക്കാറുണ്ട്. ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ പഠിക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫിഗറിൽ ഒരു എക്സ്ട്രാ ലൈൻ സെഗ്മെന്റ് ചേർത്തിട്ടുണ്ട്. എ സി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് ചേർത്തിട്ടുണ്ട്. ഓക്കെ, എ സി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് ഇവിടെ ചേർത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. എ ബി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എ ബി വിച്ച് ഇസ് ഈക്വൽ ടു 2 into എ എഫ്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. F is the midpoint. So, AB is equal to 2 into AF. AB is equal to 2 into AF. ഇനി പാരബോളയുടെ കണ്ടീഷൻ വെച്ചിട്ട് AF is equal to AC ആണ്. എഫിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഫോക്കസിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഈ പോയിന്റിൽ നിന്നും ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. FA is equal to AC. അങ്ങനെയാണ് നമുക്ക് പാരബോള കിട്ടുന്നത്. FA is equal to AC. അതുകൊണ്ട് FA equal to AC എന്ന് എടുക്കാം. ഇനി ACയുടെ ലെങ്ത്തും FMന്റെ ലെങ്ത്തും ഈക്വൽ ആണ്. ഞാനിവിടെ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. M എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇവിടെ. എഫിൽ നിന്നും എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് എയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ്. AF equal to AC and this AC is equal to FM. AC is equal to FM. അപ്പോൾ AFന് പകരം AC എന്ന് എഴുതാം, AC-ക്ക് പകരം FM എന്ന് എഴുതാം. ഇവിടെ ഇല്ല ഈ പോയിന്റ് M, FM എന്ന് എഴുതാം. ഇനി ആലോചിച്ച് പറഞ്ഞേ, FMന്റെ ലെങ്ത് എന്തായിരിക്കും? ആലോചിച്ച് പറഞ്ഞേ, കണ്ടുപിടിച്ചേ നോക്കട്ടെ. ഒറിജിൻ നിന്നും എഫിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എ ആയിട്ടാണ് എടുക്കുന്നത്. ഒറിജിൻ നിന്നും ഈ ഡയറക്ട്രിക്സിലേക്കുള്ള ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസും എ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എഫിൽ നിന്നും എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? 2a. FM is equal to 2a. So we have AF is equal to 2a and we have AB is equal to 2 into AF, that is 2 into 2a which is equal to 4a. So length of lattice rectum of parabola equal to 4a. ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഡിറൈവ് ചെയ്യുന്ന മെത്തേഡ് ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഇസ് ഈക്വൽ ടു 4a. ഇത് എല്ലാ പാരബോളക്കും 4 പാരബോളക്കും സെയിം ഇക്വേഷൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുതിയ ആ പേജിന്റെ കൂടെ ഒരു കാര്യം കൂടി ചേർക്കണം. ഓക്കെ, നേരത്തെ എഴുതിയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതി, അതിന്റെ കൂടെ ഒരു ഇക്വേഷൻ കൂടി ചേർക്കണം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈക്വൽ ടു 4a. നിങ്ങൾ കറക്റ്റ് കംപ്ലീറ്റ് എഴുതണേ. ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതുവാന്ന്, എക്സാമിനൊന്നും ഇങ്ങനെ എഴുതി വെച്ചേക്കരുത്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈക്വൽ ടു അങ്ങനെ തന്നെ എഴുതണം, 4a ആണ്. എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാം, 4a. ഓക്കെ, 4 സെയിം ഇക്വേഷൻ ആണ്. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വരണം. 4 ടൈപ്പ് പാരബോളാണ് ഇരിക്കുന്നത്. ആദ്യത്തെ പാരബോളയുടെ ഇക്വേഷൻ y² ഈക്വൽ ടു 4ax. അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. രണ്ടാമത്തെ പാരബോളയുടെ ഇക്വേഷൻ y² ഈക്വൽ ടു -4ax. തിരിച്ച് ഇങ്ങോട്ടേക്കാണ് അതിന്റെ മുഖം, നെഗറ്റീവ് സൈഡിലേക്കാണ് മുഖം. അപ്പോൾ ഇവിടെയും ഇക്വേഷനിലും ഒരു നെഗറ്റീവ് വരുന്നുണ്ട്, -4ax. മൂന്നാമത്തെ പാരബോളയുടെ ഇക്വേഷൻ x² ഈക്വൽ ടു 4ay ആണ്. x² ഈക്വൽ ടു 4ay. നാലാമത്തെ പാരബോള x² ഈക്വൽ ടു -4ay. x² ഈക്വൽ ടു -4ay. ആദ്യത്തെ പാരബോളയുടെ ഫോക്കസ് FA0, രണ്ടാമത്തത് F-A0, മൂന്നാമത്തെ ഫോക്കസ് വരുന്നത് 0a, നാലാമത്തെ ഫോക്കസ് വരുന്നത് 0-a. ആദ്യത്തിന്റെ ഡയറക്ട്രിക്സ് x ഈക്വൽ ടു -a, ഇവിടെ x ഈക്വൽ ടു a, ഇവിടെ y ഈക്വൽ ടു -a, നാലാമത്തേത് y ഈക്വൽ ടു a. ഗ്രാഫ് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ ഓർമ്മ കിട്ടും. ആക്സിസ് വരുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസ്, രണ്ടാമത്തേന് നെഗറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്. 4 കേസിലും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈക്വൽ ടു 4a. പിന്നെ ഈ 4 കേസിലും കോമൺ ആയിട്ടിരിക്കുന്ന ഒരു കാര്യം a is greater than 0. അതും കൂടി ഓർത്ത് വെക്കണം. a is distance from origin to focus. Distance is always positive. a is greater than 0. ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം.